ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുലസ്ത്രീ തള്ള, അതായത് എന്ന സസ്യഭാമ, കലാഭവൻ സസ്യഭാമ എന്ന്, കലാമണ്ഡലം സസ്യഭാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിയടിച്ചൊരു തള്ള, ഒരു പെരട്ടത്തള്ള, ഒരു കീടം, ഒരു അറപ്പ് ഉള്ള ഒരു ബായി വരെ എന്താ പറയേണ്ടത്, ഈ ആക്കി വയ്ക്കുന്ന ഒരു സാധനം വന്നിട്ട് ഇന്ന് രാവിലെ തന്നെ ഛർദ്ദിക്കുന്നത് എന്താണെന്നറിയില്ലേ? അത്രയും ദുർഗന്ധം പിടിച്ച തീട്ടമാണ് ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ. ആരെ പറ്റിയിട്ടാ? നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മുടെ ചാലക്കുടിയുടെയും നമ്മുടെ കേരളത്തിൻ്റെ മണിമുത്തിൻ്റെ അനുജൻ രാമകൃഷ്ണനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രാമകൃഷ്ണനോട് ഇന്നലെയോ ഇന്നോ ഒന്നും കൂടിയതൊന്നും അല്ല ഈ തള്ളക്ക് ചൊറിച്ചിൽ. കുറേ നാളായിട്ട് രാമകൃഷ്ണൻ്റെ പുറകെ തന്നെ തള്ളിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകൃഷ്ണൻ ഇച്ചിരി വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. എനിക്കതില്ല, എൻ്റെ മക്കൾക്കും അതില്ല, ഞങ്ങളിങ്ങനെയായി പോയി എന്ന ഈ കുലസ്ത്രീ പെരട്ട തള്ള, വേണ്ട വിട്ടുപോട്ട്, നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ട, അതുകൊണ്ട് വിട്ടുകളാം. ഈ പെരട്ട തള്ളി എന്നിട്ട് പറയുകയാണ്, രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ്, അവൻ ഇങ്ങനെ കാല് കവച്ചു വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് ശരിയല്ല, അവൻ മോഹിനിയല്ല. മോഹിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെൺപിള്ളേരും സൗന്ദര്യമുള്ള ആൺകുട്ടികളുമാണ് കളിക്കേണ്ടത് എന്നാണ് ഈ തള്ള പറയുന്നത്. ഉളുപ്പുണ്ടോ തള്ളേ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഉളുപ്പ്, നാണം, മാനം ഉണ്ടോ തള്ളേ? 1 കിലോ പുട്ടി മുഖത്ത് ഇട്ടിട്ടല്ലേ ഈ വന്നിട്ട് ഈ ഇളപ്പളക്കുന്നു, ഈ ഡയലോഗ് അടിക്കുന്നു, എന്നിട്ട് പിന്നെ പേര് പറയുന്നില്ല എന്നൊരു കാര്യമോ? ഞാനും പേര് പറയുന്നില്ല കേട്ടോ, ഞാൻ പേര് പറയുന്നില്ല. പേര് പറയാതെ നമുക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരു ക്ലൂ കൊടുത്താൽ മതി, ചാലക്കുടിയിലാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലൂ കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തും പറയാം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ രക്തം ഇന്ന് തിളച്ച ഒരു ദിവസമാണ്. കുറേ ആൾക്കാർക്കൊക്കെ സന്തോഷമുണ്ടാകും ഇത് കേൾക്കുമ്പോൾ. കുറേ തമ്പ്രാക്കന്മാരുണ്ട്, കുറേ നാറി തമ്പ്രാക്കന്മാരുണ്ട്, അവർക്കൊക്കെ നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ കണ്ടോ നമ്മുടെ പഴയ കാലങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങളെന്നെ കണ്ടതല്ലേ കുറേ എന്താന്ന് പൊങ്കാലേൻ്റെ അന്ന് ഒരു രഥോത്സവം, ഈ തമ്പുരാനും തമ്പ്രാട്ടിയും തമ്മിൽ ഒരു രഥോത്സവം എല്ലാം നിങ്ങൾ കണ്ടതല്ലേ? ഇതൊക്കെ നിർത്താനായിട്ടില്ലടോ. ഇത് ജനാധിപത്യ രാജ്യമാണ് നമ്മളത്. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ജാതിക്കും മതത്തിനൊക്കെ എന്താ പറയേണ്ടത്, അതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇന്ന് ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹത്തോടുകൂടി കഴിയുന്നതാണ്. അപ്പോഴാണ് ഈ പെരട്ട തള്ള വന്നിട്ട് പറഞ്ഞ്, ഞാൻ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ, അബുദാബിയിൽ എന്ത് പണിയായിരുന്നു? ആട്ടം. ആട്ടമല്ലേ, വേറെ ഒന്നല്ല. ആട്ടല്ലേ അബുദാബിയിൽ. കണ്ടറിയാ, തലക്ക് മുഴുവൻ ഡയ്യും അടിച്ചിട്ട്, കറുത്ത കളറും അടിച്ച് നല്ല രീതിയിൽ ഡൈ അടിക്കുന്നുണ്ട്. എന്നിട്ട് 1 കിലോ പൊട്ടി, ഇങ്ങനെ നിങ്ങൾ ആ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 കിലോ പൊട്ടിയിട്ടിട്ട് തള്ളേൻ്റെ വിചാരം 20 കാര്യമാണെന്നാണ്. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ള പിന്നെ കൂടെ അങ്ങ് അഭിനയിക്കല. ശരിക്കും പറഞ്ഞ ഉച്ചക്ക് ചോറ് തിന്നാൻ വരെ തോന്നിയിട്ടില്ല. ഈ തള്ളേൻ്റെ ബായിന്ന് വന്ന ആ ദുർഗന്ധം ഉണ്ടല്ലോ, അത്രയും വലിയ ദുർഗന്ധമാണ്. ഇതിൻ്റെ മക്കളെങ്ങനെ സഹിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഇതിൻ്റെയൊക്കെ മക്കളായി ജനിച്ചവന്മാരെ പുഴുക്കളെ, നാറികളെ, നാണമില്ലടാ. ഈ തള്ളേൻ്റെ കുട്ടികളായിട്ട് ജനിച്ച നിങ്ങൾക്ക് ഈ തള്ളേനെ അടക്കി നിർത്താൻ കഴിയില്ലെങ്കിൽ എന്തിനാടാ നീയൊക്കെ മക്കൾ എന്ന് പറഞ്ഞ് അടക്കുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരു മരുമകൾ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. എന്താ അറിയാം? അതായത് പീഡനം, സ്ത്രീധന പീഡനം. തള്ളക്കെതിരെ ഒരു കേസും പോയിട്ടുണ്ട്. സ്ത്രീധന പീഡനമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. നിങ്ങളൊരു കാര്യം പറ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നിയത്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ചിനാടുന്നു. ഇത്രയും ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴില്ല എൻ്റെ രക്തം ഇങ്ങനെ തിളച്ചു വന്നിനാടുന്നു. അത്രയും ഭയങ്കരമായ നാരിത്തരമാണ് ഈ തള്ള പറയുന്നത്. ഈ തള്ളക്ക് ഇതിനപ്പുറത്തൊരു മറുപടി ഇല്ല കൊടുക്കാൻ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് ഹെഡ്ഫോണും വെച്ച് കേട്ടാൽ മതി. എനിക്ക് വേറെ ഒരു വാശിയും കിട്ടുന്നില്ല ഈ തള്ളേനെ പറയാൻ വേണ്ടിയിട്ട്. അത്രയും കലിപ്പ് നമുക്ക് വരുന്നു അവിടുന്ന്. ആ ചെറുപ്പക്കാരൻ എന്താണ് ഈ തള്ളയെ ചെയ്തത്? ആ ചെറുപ്പക്കാരൻ ആ നിറമാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി നമ്മുടെ കലാഭവൻ ചേട്ടൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ തള്ള ഏത് തരത്തിലാണ് ഈ രാമകൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്? രാമകൃഷ്ണൻ്റെ കൂടെ 3.5 കോടി ജനങ്ങളും ഉണ്ട്.
ഈ തള്ള മാത്രമാണ് ഒറ്റയ്ക്ക്, തള്ള മാത്രമേ ഒറ്റപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും രാമകൃഷ്ണൻ്റെ കൂടെയുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇവിടുന്ന്. തള്ള എല്ലാവരോടും പറയാം, ഞാൻ പേര് വാങ്ങിയിട്ടില്ലല്ലോ, ഞാൻ പേര്. തള്ള ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? കുലസ്ത്രീ തള്ളേ, പുട്ടിയടിച്ച തള്ളേ, നിന്റെ ബായി തന്നെ പാതാളം പോലെ ഉണ്ടല്ലോ ഈ തള്ളേ. എത്ര 60-70 പൈസയായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും പുട്ടി അടിച്ചിട്ട് 20-കാരീനെ പോലെ അണിഞ്ഞൊരുങ്ങി ഞരക്കുന്ന തള്ള. നടക്കാൻ വരെ കഴിയുന്നില്ല ഇവിടുന്ന്. എന്നിട്ടായി വലിയ വായിൽ വന്ന് വർത്താനം. നാളെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കല. അപ്പോഴേ തള്ളൊക്കെ കറുപ്പിനോടുള്ള ഇതുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ മരുമകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ കറുത്ത കളറായോണ്ടായിരിക്കും. ഇതിൻ്റെ അങ്ങാറ്റം വീട്ടിൽ ഇതിൻ്റെ കൊച്ചുമക്കളങ്ങാറ്റം കുറച്ച് കളറ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണം വെക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ വല്ല കുട്ടികളുടെ മരണങ്ങാറ്റം നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം വെക്കണം. ചിലപ്പോൾ ഇല്ലേ ഈ കറുത്ത കളറായോണ്ട് തള്ള ചിലപ്പോൾ കുട്ടികളെ വരെ അവൾ വെറുതെ വിട്ടിട്ടുണ്ടാവില്ല, പറയാൻ പറ്റൂല. ഇത്രയും ഭയങ്കര കളറിനോട് ആക്രാന്തമുള്ള ഈ പെരട്ട കിളവിയുണ്ടല്ലോ, എന്തൊരു ഇത് മനുഷ്യശ്രീയാണോ? ഇത് ചെകുത്താനാണ്, ചെകുത്താൻ. ഒരിക്കലും ഇതിനെ മനുഷ്യശ്രീ എന്ന് പറയാൻ പറ്റൂല. ഇത് ശരിക്ക് ചെകുത്താനാണ്, ചെകുത്താൻ. മനസ്സിലായ? നമ്മുടെ എന്നാൽ കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ മായാവിയിലെ ഡാങ്കിനി അമ്മൂമ്മേനെ പോലെ ഉണ്ട് താനും. ഞാൻ വിചാരിച്ചു വലിയ സുന്ദരിയാന്ന്. ഈ വർത്താനൊക്കെ കേട്ടിട്ട് വെളുത്ത് അങ്ങ് സുന്ദരി നോക്കുമ്പോഴേക്ക് എന്താണ് ഈ മറ്റേ കുമ്മായ ഇങ്ങനെ വാരി പൊത്തിയിരിക്കുക. മനസ്സിലാക്കണം നിങ്ങൾ. തലയിലാണെങ്കിൽ മറ്റേ ഈ ഇതില്ലേ ഈ കരിക്കട്ടേൻ്റെ ഉള്ളിൽ പോയിട്ടിങ്ങനെ ടാറ് വീപ്പയിൽ പോയിട്ടിങ്ങനെ ഇതാക്കിയിരിക്കുക. പണ്ട് ശ്രീനിവാസനെ മറ്റേ ഏതൊരു പൊടിയിൽ മുക്കുന്നില്ലേ, മറ്റേ ആ ഒരു ചിരിച്ചുകൊണ്ട് മറ്റേ എന്നാ സിനിമേൻ്റെ പേരെന്നാ ഫ്രണ്ട്സിൽ അതേപോലെ തള്ള കൊണ്ടുപോയിട്ട് ഏതോ മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് തലയങ്ങ് കറുപ്പിച്ചിരിക്കുക. നല്ല രീതിയിൽ ഒരു മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ തള്ളേൻ്റെ ആ കറുപ്പ് തെച്ച് ഒലിച്ചിറങ്ങിയിട്ട് ചിലപ്പോൾ അവിടെ വെള്ളയാവും. മനസ്സിലാക്കണം. അങ്ങനത്തെ തള്ളയെന്നിട്ട് ഇന്ന് ഉളുപ്പും നാണവും മാനവും ഇല്ലാണ്ട് ഊളത്തരം പറയുകയാണ്. അതും നമ്മളെ രാമകൃഷ്ണനെ പറ്റിയിട്ട് നമ്മളെ മലയാളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ തള്ള ഞെട്ടിപ്പോവായിരുന്നു. അത്രയും പാട് ഡിഗ്രി ആ മനുഷ്യനുണ്ട്. എല്ലാം കൊണ്ടും ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന് പഠിപ്പിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹമൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും നല്ലൊരു അധ്യാപകനാണ്. ഈ തള്ള പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് വളരുന്നതെന്ന് ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോവുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നാളെ സമൂഹത്തിൽ ഇതുപോലെ ആയി പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ മിക്കവാറും നാളെ കുലസ്ത്രീകളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ പഠിപ്പിച്ച കുട്ടികൾ നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത് പോലെ, ഇന്ന് തള്ള നിൽക്കുന്നില്ലേ, തള്ള നിൽക്കുന്നത് പോലെ ഇത്രയും തുണിയുരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ തള്ളയും തന്തയും പഠിപ്പിച്ചതായിരിക്കും ഈ പാരമ്പര്യം. അതായത് അതുകൊണ്ടാണല്ലോ ഈ തള്ളക്ക് ഇന്ന് ഈ ഗതി വന്നത്. ഈ തള്ള ഇന്ന് നടുത്തെരുവിലാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ തള്ള വെറുക്കപ്പെട്ടവളായിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോ, ഇതിലും വലിയ ശിക്ഷ ഈ തള്ളക്കിനി കിട്ടാനുണ്ടോ? കേരള ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് രാമകൃഷ്ണന്റെ കൂടെയാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഈ തള്ളേനെ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഈ പെരട്ട കിളവീന ഒരു മനുഷ്യന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാട്ടോ ഈ തള്ളേൻ്റെ വാക്കിൽ നീ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതും രാമകൃഷ്ണൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴേ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ശരിക്ക് കണ്ണീര് കൊണ്ടാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരർത്ഥത്തിലും ഈ തള്ളയെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പോകുന്നില്ല. ഈ പിന്നെ എന്താ പറയുക, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ പെരട്ട കിളവി എന്നിട്ട് ഈ രാമകൃഷ്ണനെതിരെ നിരന്തരമായിട്ട് ആക്ഷേപം അങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കറുത്തവനാണ്, നിന്റെ പെറ്റ തള്ള സഹിക്കൂല, നാണവും മാനവും ഉളുപ്പും ഉണ്ടോ തള്ളയെ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കൾ ജീവിതകാലത്തിൽ ഗതി കിട്ടൂല, നിങ്ങളെ മക്കൾക്ക് വരെ ഗതി കിട്ടൂല എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ഭയങ്കര ഒരു പെരട്ടയാണ് നിങ്ങൾ, പെരട്ട കിളവി. ജഗതി പറയുന്നുള്ള ചൊറിത്തവളെ പെരട്ട കിളവി. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? ഉളുപ്പ്. ഇതിൽ കൂടുതൽ നിന്നെ കൂടെ ഒന്നും പറയാനില്ലായിരുന്നു. മനസ്സിലായി? അത്രയും ഭയങ്കരമായിട്ട് ഇന്ന് മലയാളികൾക്ക് രക്തം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചതായിരിക്കും. അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ടവർക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത്. അതായത് ഇതുപോലെയൊന്നും ഒരു മനുഷ്യന്മാരാകാൻ പാടില്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ആകരുത് ഒരു മനുഷ്യന്മാരും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൊഞ്ഞാട്ടയാവുന്നേ എനിക്ക് പറയാനുള്ളൂ.
ഇപ്പോഴും ഈ കുലസ്ത്രീയും കുലമഹിമയും കൊണ്ട് നടക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. ഇതുപോലെ ഈ പെരട്ട കളവീൻ്റെ സ്ഥിതിയായി പോകും നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളുടെ മക്കൾ വരെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ടീമുകൾ ഒരാൾ പോലും കൂട്ടില്ല. ഇതൊക്കെ ഏതോ ഉത്തരേന്ത്യയിലെ ഏതോ കുഗ്രാമത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ പണ്ടൊരു നേപ്പാളി ഒരു ചങ്ങായിയോട് ചോദിച്ചപ്പോഴേ അവനൊന്നും വീടെടുക്കാൻ അവിടെ അനുവാദവും ഇല്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം എന്നറിയാം, അവരെ കുലഗോത്രത്തിൻ്റെ വീട് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിലും ചെറിയ വീട് മാത്രമേ പ്രജകൾക്ക് വെക്കാൻ പാടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെയാണ് ഈ തള്ളയുടെ മനസ്സ് ഇപ്പോഴും എന്ന് പറഞ്ഞ് പണ്ടത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കറുപ്പിനോടുള്ള അത്രയും ഭയങ്കരമായ വിഷമം അതിലാണ് ഇപ്പോഴും ഉള്ളത് ഈ തള്ളേൻ്റെ. ഇതുപോലെയുള്ള കുറച്ച് നാറികൾ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനൊന്നും പറ്റൂല, നമുക്ക് ഒരിക്കലും പറ്റൂല. കാരണം ഇത് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പേര് അനുഭവിച്ചു വരുന്നത് തന്നെയാണ്. അവരുടെ മനസ്സിലുള്ള ഈ ചിന്താഗതി ഉണ്ടല്ലോ, ഇത് എപ്പോഴെങ്കിലും പുറത്ത് ചാടും. ആ തള്ളേൻ്റെ കോലം കണ്ടിട്ട് ഞാനോർത്ത് ഇത് അതിസുന്ദരിയാന്നാണ് ഞാൻ ഓർത്തത്. ഇത് ഏതാടാ ഈ അതിസുന്ദരി? രാമകൃഷ്ണനെ കാക്കാന്ന് വിളിക്കാൻ മാത്രം ഇതുള്ള ഈ അതിസുന്ദരി ഏതാണെന്ന് ഞാൻ നോക്കുമ്പോഴേ എന്താ പറയേണ്ടത്, നമ്മളെ ലോഹിദാസിൻ്റെ ഒരു കഥാപാത്രമുള്ളേ രേവമ്മ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമില്ലേ, അതേ ടൈപ്പ് ഒരു സാധനം. രേവമ്മ എന്ന് പറഞ്ഞിട്ട് മുറുക്കി ചവിട്ടിട്ട് ഇങ്ങനെ ഇറക്കുന്ന അതുപോലൊരു സാധനം വന്നിട്ടാണ് ഛർദ്ദിക്കുന്നിങ്ങനെ. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടം കേട്ടോ. ഉള്ള കാര്യം പറയുന്നത് എന്താ, സമ്മതിക്കണം. ഈ തള്ളയുടെ നാട്ടുകാരെ ഞാൻ സമ്മതിച്ചായിരുന്നു. ഇതിനെയൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ആ കലാമണ്ഡലം എന്നുള്ള പേര് ഒന്ന് എടുത്ത് മാറ്റണം. അതുമാത്രവുമല്ല, കലാമണ്ഡലത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഇത് അവിടെ കയറുന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ വിടരുത്. അത് പൊതുജനങ്ങളുടേതാണ്. അത് ഇതുപോലെയുള്ള ഇതുപോലുള്ള ടീമിൻ്റെ അല്ല. അതുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിൻ്റെ പടി ഇവരെ ചവിട്ടിക്കയറുന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമകൃഷ്ണനെ അപമാനിക്കുന്ന നാണോ മാനം ഉണ്ടാ പെരട്ടെ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇത് ഉള്ളിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.